പൈനാപ്പിള്, ഫ്രൂട്ടും പൈനാപ്പിളും മാങ്ങയും ഉണ്ണിപ്പിണ്ടി കൂടിയിട്ട് ഉണ്ണിപ്പിണ്ടി കഴിഞ്ഞല്ലോ. എന്താ റേറ്റ്? 2 രൂപ. 2 രൂപ. ഇന്നലെ ടേഷനിൽ പിന്നെ ചണ്ടിപ്പ് എങ്ങനെ പോയാ? ഇതിലെന്താ എല്ലാം ഓരോന്നെടുത്താ നോട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങള് കച്ചവടം ഇതാർക്ക് ആരുണ്ടാക്കിക്കൊണ്ടിരുന്നേ? വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരും. ആണല്ലേ? ഒരു പൈനാപ്പിൾ കൂടി പൊളിക്കും പൊളിക്കും. ആ പൊളിക്കും നല്ല സാധനം. അമ്മോ ഇതാ കണ്ട് കൂട്ടി അടിച്ചണ്ടില്ല എന്റെ അമ്മോ. ഈ സാധനം ഉണ്ടാക്കി തന്നെ സൂപ്പർ ആയിട്ട് വേണേ. ഹലോ ഹലോ എന്താ പരിപാടി? കച്ചവടം ചെയ്യാണ്. എന്തൊക്കെയുള്ളത്? സ്റ്റാർ ഫ്രൂട്ട്, പൈനാപ്പിൾ, മാങ്ങയും ഉണ്ണിപ്പിണ്ടി. എങ്ങനെ കച്ചവടം? കുഴപ്പമില്ല. കുഴപ്പമില്ല. എപ്പോ തുടങ്ങും? രാവിലെ എത്ര മണിക്ക്? ഒരു 9 മണി 9:30. 9:30 തുടങ്ങും. എത്ര മണി ഉണ്ടാവും? 6 മണി 6 മണി വരെ. ഒരു 70 രൂപ കച്ചവടം നടക്കും. ഒരു 500. ആൾക്കാർക്ക് വാങ്ങണ്ടല്ലേ? നിങ്ങളിങ്ങനെ ചെറിയ കുട്ടികൾ നിന്ന് കാണും. വിളിക്കുമ്പോൾ ആൾക്കാർ വരും. അത് നിർത്താതെ പോവോ? ചിലപ്പോ തന്നെ നിർത്തും. വിളിച്ചാല് നിങ്ങൾ ഇങ്ങനെ ചിരിച്ചിട്ട് വിളിക്കുമ്പോ അവർ നിൽക്കൂലേ? ഓക്കെ. എന്തൊക്കെ ചോദിക്കാം അവര്? ഇതിനെത്ര നിങ്ങൾക്ക് ചോദിക്കും? കാശ് തരാതെ പോകുന്ന ആൾക്കാരുണ്ടോ? എല്ലാവരും കാശ് തരും. പിന്നെ ഇത് കഴിച്ചിട്ട് എന്താ പറയാറ്? അടിപൊളി. ഇതില് മായം വല്ലതും ഉണ്ടോ? ഇല്ല. എന്തെങ്കിലും പരിപാടി? ഉപ്പ്, മുളകിടും. മുളകും ഇത്ര ഉള്ളൂ അല്ലേ? ഓക്കെ. എന്നിട്ട് ഇതൊന്നും ലാഭം കിട്ടി കഴിഞ്ഞാൽ എന്താ ചെയ്യാ? സ്കൂളിലേക്കുള്ള ബുക്കും പേനയും ഇതൊക്കെ വാങ്ങും. ബുക്കും പേനയും വാങ്ങാൻ വേണ്ടിട്ട്. അപ്പൊ വീട്ടിൽ നിന്ന് കാശ് വാങ്ങാതെ നിങ്ങൾ തന്നെ വാങ്ങാന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ? അങ്ങനെ നല്ല കാര്യം. തിന്നിട്ട് മതി വരില്ല. നമ്മുടെ 3 കുട്ടികൾ നടത്തുന്ന ഒരു സംരംഭമാണിത്. അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് 6 പോണ വഴിക്ക് കണ്ടതാണ്. മക്കളിതിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിന്റെ കറക്റ്റ് സ്ഥലം എന്താ പേര്? പൂലാത്ത് പറമ്പ്. അത് കൊട്ടിയതോട് കഴിഞ്ഞിട്ട് അടുത്തത് അല്ലെ? അവിടെ ഒരു നൽമതി ഉണ്ട് അല്ലെ? നൽമതിയുടെ നേരെ മുന്നിൽ നോക്കി കഴിഞ്ഞാൽ ഒരു 3-4 കുട്ടികൾ നിൽക്കുന്നുണ്ടാവും. അവരാണിത്. കാലത്ത് മുതൽ വൈകിട്ട് വരെയാണ് ഒരു പരിപാടി. ഒരു രക്ഷയില്ല. വെറുതെ ഇറങ്ങിയതാണ്. ഇപ്പൊ 10-100 രൂപയ്ക്ക് തിന്നു തോന്നുന്നത്. 100 പോരാ. 100 പോരാ അല്ലേ? വഴികൂടെ പോണവരൊക്കെ വിളിച്ചിട്ട് കൊടുക്കണം.